ഹായ് ഓൾ, ഡിഗ്രി ട്രിംസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററി ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാ ഭാഗവും കവർ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഭരണഘടനാ ഭേദഗതികൾ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാൻ മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണുക, കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കാണുക. പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഭരണഘടനാ ഭേദഗതി. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇന്ത്യൻ ഭരണഘടന കൊണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അപ്പം ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 368. ഭാഗം 20 അപ്പം ഭരണഘടന ഭേദഗതി എന്ന ആശയം കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിളിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി ഭാഗം 20. ആർട്ടിക്കിൾ 368 ഭാഗം 20 ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഭരണഘടനാ ഭേദഗതി നടത്തുവാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തെ ബാധിക്കുന്ന രീതിയിൽ ഭരണഘടന ഭേദഗതി നടത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് 1973 കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ്. കേശവാനന്ദ ഭാരതി കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പറഞ്ഞത്? ഭരണഘടനയിലെ ഭേദഗതി വരുത്താം, പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ അതൊന്നും ബാധിക്കരുത് എന്നാണ് പറഞ്ഞത്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് അധികാരം പാർലമെൻറ്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? അത് ഇന്ത്യൻ പാർലമെൻറ്റിന് മാത്രമേ കഴിയുകയുള്ളൂ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് മാത്രമേ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കാനും അന്തിമ തീരുമാനമെടുക്കാനും അധികാരമുള്ളൂ. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ പരമാധികാരമാണ് ഭരണഘടനാ ഭേദഗതി നടപടിക്രമങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ പരമാധികാരമാണ് ഭരണഘടനാ ഭേദഗതി നടപടിക്രമങ്ങളുടെ അടിസ്ഥാനം. എന്തൊക്കെയാണ് ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമങ്ങളെന്ന് നോക്കാം. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഭാഗം എത്രയാണ്? ഭാഗം 20. പാർലമെൻറ്റിലെ ഏത് സഭയിൽ വേണമെങ്കിലും ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാം. സംസ്ഥാന സഭകളിലും ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ സാധിക്കില്ല. അപ്പം ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെൻറ്റിൻ്റെ ഏത് സഭയിൽ വേണമെങ്കിലും, രാജ്യസഭയിലോ ലോകസഭയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാം. പക്ഷേ സംസ്ഥാന നിയമസഭകളിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ പറ്റില്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് ഒരു മന്ത്രിക്കോ സ്വകാര്യ അംഗത്തിനോ അവതരിപ്പിക്കാവുന്നതാണ്. അതിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. അപ്പം ഒരു ഭേദഗതി ബില്ല് വേണമെങ്കിൽ ഒരു മന്ത്രിക്കും ഒരു സ്വകാര്യ അംഗത്തിനോ അവതരിപ്പിക്കാം. ഇതിന് നമ്മൾ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ബില്ല് ഓരോ സഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. അപ്പം നമ്മൾ രാജ്യസഭയിലോ ലോകസഭയിലോ ഏത് സഭയിൽ വേണമെങ്കിലും ഇത് അവതരിപ്പിക്കാം. പക്ഷേ ബില്ല് ഓരോ സഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തിൽ പാസ്സാക്കണം. അതായത് സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2 പേരുടെ പിന്തുണ ഉണ്ടാകണം. അതായത് സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2 പേരുടെ പിന്തുണ ഉണ്ടാകണം. കൂടാതെ ഇത് സഭയിൽ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷവും ആയിരിക്കണം. ഓരോ സഭയും പ്രത്യേകം ഭേദഗതി ബില്ല് പാസ്സാക്കണം. ഇരു സഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ തർക്കം പരിഹരിക്കുന്നതിന് സംയുക്ത സമ്മേളനം നടത്താൻ ഇവിടെ വ്യവസ്ഥയില്ല. ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥകളാണ് ഭേദഗതി ചെയ്യേണ്ടതെങ്കിൽ പകുതി സംസ്ഥാനങ്ങളിലെയെങ്കിലും നിയമനിർമ്മാണ സഭകൾ കൂടി കേവല ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും യഥാവിധം പാസ്സാക്കിയ ബില്ല് സംസ്ഥാന നിയമസഭകൾ അംഗീകരിച്ച ശേഷം
ആവശ്യമെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അവതരിപ്പിക്കുന്നു. ഭരണഘടനാ ഭേദഗതി ബില്ല് രാഷ്ട്രപതിയുടെ അനുമതി നൽകിയേ തീരൂ. അദ്ദേഹത്തിന് ബിൽ തടയാനോ പാർലമെൻറ്റിൻ്റെ പുനഃപരിശോധനയ്ക്കായി ബില്ല് തിരികെ അയക്കാനോ കഴിയില്ല. രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ച ശേഷം ബില്ല് ഒരു നിയമമായി മാറുന്നു. അതായത് രാഷ്ട്രപതി ഒപ്പിട്ടാൽ മാത്രമേ അതൊരു നിയമമായി മാറുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് ഈ ഭേദഗതി നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിച്ച് അതൊരു നിയമമാകുന്നത് വരെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ചുമ്മാ നമുക്കങ്ങ് ചെയ്യാൻ പറ്റില്ല. രാജ്യസഭയിലോ ലോകസഭയിലോ അവതരിപ്പിക്കണം. അവിടെ ഹാജരായിട്ടുള്ള ആളുകളുടെ കേവല ഭൂരിപക്ഷം വേണം. ആ ഭൂരിപക്ഷം അതുകൂടാതെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷവും ഉണ്ടായിരിക്കണം. സഭയിൽ ഹാജരായിട്ടുള്ള അംഗങ്ങളുടെ 2 പേരുടെ പിന്തുണ ഉണ്ടാകണം. പിന്നെ ഓരോ സഭയും പ്രത്യേകം ഭേദഗതി ബില്ല് പാസ്സാക്കണം. ഇരു സഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഇവിടെ സംയുക്ത സമ്മേളനം വിളിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. പിന്നെ ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥകളാണ് ഭേദഗതി ചെയ്യേണ്ടതെങ്കിൽ പകുതി സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ സഭകൾ കൂടി കേവല ഭൂരിപക്ഷത്തോടെ ഇത് അംഗീകരിക്കണം. അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും യഥാവിധി പാസ്സാക്കിയ ബില്ല് സംസ്ഥാന നിയമസഭകൾ അംഗീകരിച്ച ശേഷം ആവശ്യമെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അവതരിപ്പിക്കാം. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അനുമതി നൽകിയേ തീരൂ. അദ്ദേഹത്തിന് ബില്ല് തടയാനോ പാർലമെൻറ്റിൻ്റെ പുനഃപരിശോധനയ്ക്കായി ബില്ല് തിരികെ അയക്കാനോ സാധിക്കില്ല. രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ച ശേഷം ബില്ലൊരു നിയമമായി മാറും. അപ്പോഴാണിത് ഭരണഘടനാ ഭേദഗതി നിയമം ആകുന്നത്. ഇനി ഈ ഭരണഘടനാ ഭേദഗതികൾ പലതരമാണ്. അനുച്ഛേദം 2, 3 എന്നിവയിൽ നിയമമൂലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ആർട്ടിക്കിൾ 2, 3 എന്നിവയിൽ നിയമമൂലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഭരണഘടനയുടെ 368 അനുച്ഛേദത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ അവയെ ഭേദഗതി വരുത്തുവാൻ സാധിക്കും എന്നതാണ്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതികൾ 3 ഭേദഗതികളാണ്. അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി. അയവുള്ള ഭേദഗതി എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെൻറ്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവ. ദൃഢമായ ഭേദഗതി എന്ന് വെച്ചാൽ ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഉദാഹരണത്തിന് മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയവ. അടുത്തത് അതിദൃഢമായ ഭേദഗതി എന്ന് വെച്ചാൽ ചില അതിപ്രധാന വകുപ്പുകൾ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെ കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഉദാഹരണമായിട്ട് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ. അപ്പം ഇന്ത്യൻ ഭരണഘടനയെ 3 വിധത്തിലാണ് ഭേദഗതികൾ: അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി. അപ്പം ഈ അയവുള്ള ഭേദഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളുടെ പേര് തിരുത്തൽ, അതിൻ്റെ അതിരുകൾ തമ്മിലുള്ളത്, പൗരത്വമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ. ദൃഢമായതെന്ന് വെച്ചാൽ എന്താണ്? അത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, അങ്ങനെ അതുമായി റിലേറ്റഡ്. ഇനി അതിദൃഢമായത് ഏറ്റവും കൂടിയത് എന്താണ്? കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവയൊക്കെ ഇതിൽ വരുന്നു. ആർട്ടിക്കിൾ 368 2 തരത്തിലുള്ള ഭേദഗതികളെക്കുറിച്ചാണ് പറയുന്നത്. പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തിലൂടെയും മറ്റൊന്ന് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തിലൂടെയും പകുതി സംസ്ഥാനങ്ങളുടെ കേവല ഭൂരിപക്ഷത്തിലൂടെയും. അപ്പോൾ അനുച്ഛേദം 368 2 തരത്തിലുള്ള ഭേദഗതികളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തിലൂടെയും മറ്റൊന്ന് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തിലൂടെയും പകുതി സംസ്ഥാനങ്ങളുടെ കേവല ഭൂരിപക്ഷത്തിലൂടെയും. ഇമ്പോർട്ടൻ്റ് ആണ് അത് കേട്ടോ. എന്നാൽ ചില പ്രത്യേക ഭേദഗതികൾക്ക് പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം മാത്രം മതിയാകും. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ, പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം തുടങ്ങിയവയുടെ ഭേദഗതിക്കായി സംസ്ഥാനങ്ങളുടെ അഭിപ്രായവും അനുമതിയും നേടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കേന്ദ്രവും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റും ആ ഗവൺമെൻറ്റുകളുടെ അധികാര വിഭജനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ
പ്രാതിനിധ്യവുമായി റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ ഇവയുടെയൊക്കെ ഭേദഗതികളാണെങ്കിൽ സംസ്ഥാന നിയമസഭകളുടെ അഭിപ്രായവും അനുമതിയും കൂടി തേടേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അടുത്തത് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്ന രീതികൾ. പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതികളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി. ഒരു സമ്മേളനത്തിൽ വോട്ട് ചെയ്യുന്നവരുടെ ആകെ എണ്ണത്തിൻ്റെ 50% കൂടുതൽ വരുന്ന ഭൂരിപക്ഷമാണ് കേവല ഭൂരിപക്ഷം. അപ്പോൾ എന്താ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്? ഒരു സമ്മേളനം, ആ സമ്മേളനത്തിൽ വോട്ട് ചെയ്യുന്നവരുടെ ആകെ എണ്ണത്തിൻ്റെ 50% കൂടുതൽ വരുന്ന ഭൂരിപക്ഷത്തെയാണ് സിമ്പിൾ മജോറിറ്റി അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേവല ഭൂരിപക്ഷത്തെ വർക്കിംഗ് മെജോറിറ്റി, അതായത് അവിടെ നിലവിലുള്ള ആളുകളുടെ മജോറിറ്റി, ഫങ്ഷണൽ മജോറിറ്റി എന്നിങ്ങനെ അറിയപ്പെടുന്നു. പാർലമെൻറ്റിന് കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്ന ഭരണഘടനയിലെ ചില ഭാഗങ്ങളാണ് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, അതിർത്തി വിസ്തീർണം വർദ്ധിപ്പിക്കൽ, പേരുമാറ്റൽ. അപ്പോൾ പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ നമുക്ക് ഭേദഗതി ചെയ്യാവുന്ന ഭരണഘടനയിലെ ഭാഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഏതാണ്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, അതുപോലെ ആ സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയം, വിസ്തീർണം വർദ്ധിപ്പിക്കൽ, പേര് മാറ്റൽ, ഇവയ്ക്കൊക്കെ എന്ത് മതി? കേവല ഭൂരിപക്ഷം മതി. ഇനി സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ രൂപീകരണവും നിർത്തലാക്കലും, ഇതിനും പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം മതി. പാർലമെൻറ്റിൻ്റെ ക്വാറം, അതുപോലെ തന്നെ പാർലമെൻറ്റിലെ റൂൾസ് ഓഫ് പ്രൊസീജിയർ, പാർലമെൻറ്റ് അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും, ഇവയ്ക്കൊക്കെ എന്ത് മാത്രം മതി? പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്ന ഭരണഘടനയിലെ ഭാഗങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം. ഇതൊക്കെ നമ്മളോട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും. അതുപോലെ തന്നെ പാർലമെൻറ്റിലെ ഇംഗ്ലീഷ് ഭാഷയുടെ ഉപയോഗം, പൗരത്വം നേടലും നിർത്തലാക്കലും, പാർലമെൻറ്റ് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, 2-ാം ഷെഡ്യൂൾ, 5-ാം ഷെഡ്യൂൾ, 6-ാം ഷെഡ്യൂൾ, സുപ്രീം കോടതിയുടെ അധികാര പരിധി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച വിഷയങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ, പാർലമെൻറ്റിൻ്റെയും അതിലെ അംഗങ്ങളുടെയും കമ്മിറ്റികളുടെയും പ്രത്യേക അവകാശങ്ങൾ, സുപ്രീം കോടതിയിലെ പ്യൂസിൻ ജഡ്ജിമാരുടെ എണ്ണം, ഔദ്യോഗിക ഭാഷയുടെ ഉപയോഗം, പാർലമെൻറ്റിലേക്കും നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ്, നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം, ഇവയ്ക്കെല്ലാം എന്തുമാത്രം മതി? പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ, അതായത് സിമ്പിൾ മജോറിറ്റിയിലൂടെ പാർലമെൻറ്റിന് ഭരണഘടനയിൽ ഭേദഗതി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം. ഭരണഘടനയിൽ അസംതൃപ്തിയുള്ളവരിൽ 2/3 ഭൂരിപക്ഷം മാത്രം നേടിയാൽ മതി. എന്നാൽ അവർക്കത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ഭരണഘടനയിലുള്ള അസംതൃപ്തി പൊതുസമൂഹം പങ്കുവയ്ക്കുന്നില്ലെന്ന് കരുതിയാൽ മതി. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഡോക്ടർ BR അംബേദ്കറാണ്. ഭരണഘടനയിൽ അസംതൃപ്തിയുള്ളവരുടെ 2/3 ഭൂരിപക്ഷം മാത്രം നേടിയാൽ മതി. എന്നാൽ അവർക്കത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ഭരണഘടനയിലുള്ള അസംതൃപ്തി പൊതുസമൂഹം പങ്കുവയ്ക്കുന്നില്ലെന്ന് കരുതിയാൽ മതി. ആരുടെ വാക്കുകളാണ്? ഡോക്ടർ അംബേദ്കർ. ഇനി പറയുന്നത് പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മജോറിറ്റിയോടെയുള്ള ഭേദഗതി വരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഓരോ സഭയിലെയും ആകെ അംഗത്തിൻ്റെ 50% കൂടുതലും വോട്ടിംഗ് സമയത്ത് ഓരോ സഭയിലും സന്നിഹിതരായിരിക്കുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷമാണ് സ്പെഷ്യൽ മജോറിറ്റി. ഓരോ സഭയിലെയും ആകെ അംഗത്തിൻ്റെ 50% കൂടുതലും, അതായത് ഇപ്പോൾ രാജ്യസഭയിലെയും ലോകസഭയിലും ആകെയുള്ള അംഗങ്ങളുടെ 50% കൂടുതൽ. പിന്നെ വോട്ടിംഗ് സമയത്ത് ഓരോ സഭയിലും സന്നിഹിതരായിരിക്കുന്ന, അതായത് ഈ വോട്ട് നടക്കുന്ന സമയത്ത് രാജ്യസഭയിലും ലോകസഭയിലും പ്രസന്റ് ആയിട്ടുള്ള ആളുകളുടെ 2/3 ഭൂരിപക്ഷമാണ് സ്പെഷ്യൽ മജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആകെയുള്ള അംഗങ്ങളുടെ 50% കൂടുതലും വേണം. നിലവിൽ അവിടെ ഉള്ള ആ സമയത്ത് അവിടെ ഉള്ള അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷവും വേണം.
പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മജോറിറ്റിയുടെ ഭേദഗതി ചെയ്യാവുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണത്? മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയാണ് സ്പെഷ്യൽ മജോറിറ്റിയോട് കൂടി നമുക്ക് നമ്മൾ പറഞ്ഞു ദൃഢമായ ഭേദഗതി എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ സ്പെഷ്യൽ മജോറിറ്റിയിൽ വരുന്നത് ദൃഢമായ ഭേദഗതിയാണ്. ഈ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് സ്പെഷ്യൽ മജോറിറ്റി വഴി, പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മജോറിറ്റി വഴി തിരുത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഭേദഗതി വരുത്താൻ സാധിക്കുന്നത്. ഇനി അടുത്തത് എന്താ? പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മജോറിറ്റിയോട് കൂടിയും പകുതി സംസ്ഥാനങ്ങളുടെ കേവല ഭൂരിപക്ഷ അംഗീകാരത്തോടു കൂടിയുമുള്ള ഭേദഗതി എങ്ങനെയാണ്? അതായത് പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മജോറിറ്റിയും വേണം, അതുപോലെ തന്നെ ഇന്ത്യയിലെ പകുതി സംസ്ഥാനങ്ങളുടെ കേവല ഭൂരിപക്ഷ അംഗീകാരവും വേണം ഭേദഗതിക്ക്. ഇത്തരത്തിൽ ഭേദഗതി ചെയ്യുന്ന ഭരണഘടനയിലെ ചില ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് ആർട്ടിക്കിൾ 54-55, ആർട്ടിക്കിൾ 54-55 രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ഭാഗങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മജോറിറ്റിയും വേണം, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ കേവല ഭൂരിപക്ഷം, പകുതിയിൽ സംസ്ഥാനങ്ങളുടെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള അംഗീകാരവും വേണം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് എന്നിവയുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ. യൂണിയൻ്റെയും സ്റ്റേറ്റിൻ്റെയും എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ സുപ്രീം കോടതി, ഹൈക്കോടതി യൂണിയനും സ്റ്റേറ്റിനും, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമനിർമ്മാണ അധികാരം വീതിച്ച് നൽകൽ. GST കൗൺസിൽ ആർട്ടിക്കിൾ 279A ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, 7ാം ഷെഡ്യൂളിലെ ലിസ്റ്റുകളിൽ പാർലമെൻറ്റിലെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യവും ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം ആർട്ടിക്കിൾ 368 നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ. അപ്പം ഭാഗം ഏതായിരുന്നു? ഭാഗം 20 ആയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിനെല്ലാം പാർലമെൻറ്റിൻ്റെ പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മജോറിറ്റിയും വേണം, അതുപോലെ തന്നെ എന്താണ്, പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഈ കാര്യങ്ങളിൽ, അതായത് ഇതെല്ലാം എങ്ങനെയാണ്, അതിദൃഢമായ ഭേദഗതികളാണ്. നമ്മൾ ഇതിന് മുമ്പുള്ള ഭാഗത്ത് നമ്മൾ പറഞ്ഞു 3ആയിട്ടുണ്ട്, ദൃഢമായത്, അതിദൃഢമായത്, ഭേദഗതികളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഭാഗങ്ങൾ പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മജോറിറ്റിയും വേണം, അതുപോലെ തന്നെ പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണ്ടത് അതിദൃഢമായ ഭരണഘടനാ ഭേദഗതികളാണ്. അപ്പോൾ ഈ പറയുന്നവയെല്ലാം ആ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഒന്നാം ഭരണഘടനാ ഭേദഗതിയുടെ വർഷം എത്രയാണ്? 1951. ആ സമയത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ആയിരുന്നു. എന്തൊക്കെയാണ് ആ ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്ന മാറ്റങ്ങൾ? 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥാ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തു. ആർട്ടിക്കിൾ 31A-യും 31B എന്നിവ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഒന്നാം ഭേദഗതി എന്നായിരുന്നു? 1951. ഈ സമയത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമായിരുന്നു. ഒന്നാം ഭേദഗതിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വ്യവസ്ഥ ചെയ്തു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 31A-യും 31B-യും കൂട്ടിച്ചേർത്തു. ഇവയായിരുന്നു ഈ ഭേദഗതിയുടെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് 7ാം ഭേദഗതി. 7ാം ഭേദഗതി എന്നാണ്? 7ാം ഭേദഗതി 1956. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും തന്നെയാണ്. ഇവിടെ വന്ന മാറ്റങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. അപ്പം 9ാം ഭരണഘടനാ ഭേദഗതിയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഒരു വ്യക്തിയെ തന്നെ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കാവുന്നതാണെന്ന് വ്യവസ്ഥ ചെയ്തു. ഒരു വ്യക്തിയെ 1ഓ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കാമെന്നത് വ്യവസ്ഥ ചെയ്തു. ഇനി കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകളാണ് 258A, 290A, 298, 350A, 350B, 371, 372A, 378A.
തുടങ്ങിയ ആർട്ടിക്കിളുകളും 7-ാം ഭേദഗതി വഴി നമ്മൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ 7-ാം ഭേദഗതി എന്ന 1956. ആ സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. കൂട്ടിച്ചേർത്ത എന്തായിരുന്നു? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഒരു വ്യക്തിയെ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കാവുന്നതാണെന്നുള്ള വ്യവസ്ഥ ചെയ്തു. 2 അതിലധികമോ സംസ്ഥാനങ്ങൾ കേട്ടോ. പിന്നെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകളാണ് ഈ പറയുന്നവയെല്ലാം. അടുത്തതാണ് 9-ാം ഭേദഗതി. 9-ാം ഭേദഗതിയുടെ വർഷം 1960. ഈ സമയത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്. 1958 ഇന്ത്യ പാക് ഉടമ്പടി പ്രകാരം ബറുബാരി യൂണിയൻ പശ്ചിമ ബംഗാൾ എന്ന പ്രദേശം പാകിസ്ഥാന് നൽകാൻ വ്യവസ്ഥ ചെയ്തതാണ് 9-ാം ഭേദഗതി. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. അടുത്തത് 10-ാം ഭേദഗതി 1961. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു, പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്. പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശമായിരുന്ന ദാദ്ര നഗർ ഹവേലിയെ കേന്ദ്രഭരണ പ്രദേശമായി ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ ദാദ്ര നഗർ ഹവേലിയെ പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. ഇതിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത് 1961 10-ാം ഭേദഗതി, ഭരണഘടനാ ഭേദഗതി പ്രകാരം. അടുത്തതാണ് 11-ാം ഭേദഗതി 1961. ആരാണ് പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വഴി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതി മാറ്റി ഇലക്ട്രൽ കോളേജ് ഏർപ്പെടുത്തി. അപ്പം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വഴിയായിരുന്നു ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അത് ഈ 11-ാം ഭേദഗതി പ്രകാരം മാറ്റി എന്താക്കി? ഇലക്ട്രൽ കോളേജ് വഴി തിരഞ്ഞെടുപ്പ് ആക്കി. അടുത്ത 12-ാം ഭേദഗതി 1961 തന്നെയാണ്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റും. പോർച്ചുഗീസുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ 1961 പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശമായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കുന്നത് 12-ാം ഭേദഗതി. അടുത്തതാണ് 13-ാം ഭേദഗതി. ഇവിടെ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അപ്പോൾ 12-ാം ഭേദഗതി വരെ ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ്. 13-ാം ഭേദഗതി ആയപ്പോഴോ അത് 1962 ഡോക്ടർ എസ് രാധാകൃഷ്ണനും പ്രധാനമന്ത്രി ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. ആർട്ടിക്കിൾ 371A പ്രകാരം നാഗാലാൻഡ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണം. 13-ാം ഭേദഗതി എന്തായിരുന്നു? ആർട്ടിക്കിൾ 371A പ്രകാരം നാഗാലാൻഡ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണം. ആർട്ടിക്കിൾ 371A പ്രകാരം നാഗാലാൻഡ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണമാണ് 13-ാം ഭേദഗതി. ആരാണ് 13-ാം ഭേദഗതിയുടെ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ്? അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അടുത്തതാണ് 14-ാം ഭേദഗതി 1962. 1962 14-ാം ഭേദഗതിയുടെ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തന്നെയായിരുന്നു. പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. പുതുച്ചേരിയെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. അതുപോലെ ആർട്ടിക്കിൾ 239A കൂട്ടിച്ചേർത്തതും ഏത് ഭേദഗതിയിലൂടെയാണ്? 14-ാം ഭേദഗതിയിലൂടെയാണ്. അടുത്താണ് 15-ാം ഭേദഗതി. 15-ാം ഭേദഗതി 1963 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്നും 62 ഉയർത്തി. അപ്പോൾ 15-ാം ഭേദഗതി പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്നും എത്രയാക്കി? 60-ൽ നിന്നും 62 ഹൈക്കോടതികളുടെ സിറ്റിംഗിൽ വിരമിച്ച ജഡ്ജിമാരെ നിയമിക്കാം എന്ന് വ്യവസ്ഥ ചെയ്തു. ആർട്ടിക്കിൾ 224A പ്രകാരം. അടുത്തത് 21-ാം ഭേദഗതി 1967. 1967 1-ാം ഭേദഗതി 21-ാം ഭേദഗതിയുടെ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് VV ഗിരിയായിരുന്നു. അപ്പോൾ 21-ാം ഭേദഗതി 1967 പ്രസിഡന്റ് VV ഗിരി, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 7-ാം പട്ടികയിൽ 15-ാമത്തെ ഭാഷയായി സിദ്ധി ഉൾപ്പെടുത്തി. സിന്ധി 15-ാമത്തെ ഭാഷയായിട്ട്. അപ്പോൾ 7-ാം പട്ടികയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഭാഷകളെ പറ്റിയാണല്ലേ പറയുന്നത്. 7-ാം പട്ടിക ഭാഷകളെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ എന്ത് കൂട്ടിച്ചേർത്തു? 15-ാമത്തെ ഭാഷയായിട്ട് സിന്ധി കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയാണ്? 21-ാം ഭേദഗതി.
അടുത്തതാണ് 24-ാം ഭേദഗതി. 24-ാം ഭേദഗതിയുടെ വർഷം 1971. ആരാണ് പ്രധാനമന്ത്രി? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ആരാണ്? 1971 വി ഗിരിയാണ്. അപ്പം ഈ 24-ാം ഭേദഗതിയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെട്ട ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ചു. അപ്പം എന്താണ്? മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് പറഞ്ഞ ഭേദഗതിയാണ് 24-ാം ഭേദഗതി 1971. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്തോണം. എന്താണ്? മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അവകാശമുണ്ടെന്ന് പറഞ്ഞതാണ് 24-ാം ഭേദഗതി. 24-ാം ഭേദഗതിയുടെ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ പ്രസിഡന്റ് വി ഗിരി ആയിരുന്നു. വർഷം 1971. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്നും ഇത് വ്യവസ്ഥ ചെയ്യുന്നു. എന്താണ്? ഭരണഘടനയുടെ ഭേദഗതി ബില്ല് 2 സഭകളും അംഗീകരിച്ച് രാഷ്ട്രപതി അത് നിർബന്ധമായും അംഗീകരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു 24-ാം ഭേദഗതി പ്രകാരം. 26-ാം ഭേദഗതി. അടുത്തത് 26-ാം ഭേദഗതി വർഷം 1971. ഇന്ദിരയുടെ കാലഘട്ടം തന്നെയാണ് അല്ലേ? അപ്പം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയും വി ഗിരി പ്രസിഡന്റുമായിരുന്നു. എന്താണ് അവിടെ കൊണ്ടുവന്നത്? മുൻ നാട്ടുരാജാക്കന്മാർക്ക് ഇന്ത്യയിൽ പ്രിവിപ്പേഴ്സ്, അതായത് ഒരു പെൻഷൻ നൽകിയിരുന്നു. ഇത് നിർത്തലാക്കി. 26-ാം ഭേദഗതി പ്രകാരം നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവിപ്പേഴ്സ് നിർത്തലാക്കി. 29-ാം ഭേദഗതി 1972. ഈ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് വി ഗിരി തന്നെയായിരുന്നു. കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകി. കേരള ഭൂപരിഷ്കരണ നിയമങ്ങളെ 9-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. ഈ 2 ഭേദഗതികളാണ് 29-ാം ഭേദഗതി വഴി കൊണ്ടുവന്നത്. 31-ാം ഭേദഗതിയിൽ പറയുന്നത് 1972 തന്നെയാണ്. അത് പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് വി ഗിരിയും 1972 നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയുമായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന ഒരു പ്രധാന മാറ്റമാണ് ലോകസഭയിലെ അംഗസംഖ്യ 525-ൽ നിന്നും 545 മാറ്റി. ലോകസഭയുടെ സീറ്റ് അല്ലെങ്കിൽ അംഗസംഖ്യ 525-ൽ നിന്നും 545 ആക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് നമ്മുടെ 31-ാം ഭേദഗതി 1972. 32-ാം ഭേദഗതി 1973. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് വി ഗിരി തന്നെയാണ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലെ തെലങ്കാന, ആന്ധ്ര എന്നീ പ്രദേശങ്ങളുടെ അവകാശ സംരക്ഷണവും അനുച്ഛേദം 371D, 371E എന്നിവ കൂട്ടിച്ചേർത്തു. 33-ാം ഭേദഗതി 1974. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് വി ഗിരിയുമായിരുന്നു. MP, MLA എന്നിവർ സമ്മർദ്ദത്തിന് വിധേയരായി രാജിവെക്കുന്നത് തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ ഇതൊന്നും. 35-ാം ഭേദഗതി 1974-ലെ 35-ാമത് ഭേദഗതി. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. സിക്കിമിന് അസോസിയേറ്റ് സംസ്ഥാനം എന്ന പദവി നൽകിയ ഭേദഗതിയാണ് 35-ാം ഭേദഗതി 1974. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇനി 36-ാം ഭേദഗതി 1975. 36-ാമത് ഭേദഗതി. ഈ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. അസോസിയേറ്റ് സ്റ്റേറ്റ് ആയിരുന്ന സിക്കിമിന് ഒരു സംസ്ഥാനം എന്ന പദവി നൽകി. അപ്പം 35-ാം ഭേദഗതി പ്രകാരം സിക്കിമിനെ ഒരു അസോസിയേറ്റ് സ്റ്റേറ്റ് ആക്കി. 36-ാമത് ഭേദഗതി 1975 സിക്കിമിനെ ഒരു സംസ്ഥാനമായിട്ട് പരിഗണിച്ചു. അടുത്തതാണ് 36-ാം ഭേദഗതി. അസോസിയേറ്റ് സ്റ്റേറ്റ് ആയിരുന്ന സിക്കിമിന് സംസ്ഥാന പദവി നൽകി. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റുമായിരുന്നു. അടുത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതി 42-ാം ഭരണഘടനാ ഭേദഗതി. ചെറു ഭരണഘടനാ ഭേദഗതി എന്നും മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്ന 42-ാം ഭരണഘടനാ ഭേദഗതി 1976.
42-ാം ഭരണഘടനാ ഭേദഗതി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർഷം എത്രയാണ്? 1976 42-ാം ഭരണഘടനാ ഭേദഗതി. ഈ സമയത്ത് പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായിരുന്നു. അത് തന്നെ കാണാതെ പഠിച്ചോ. 42-ാം ഭരണഘടനാ ഭേദഗതിയുടെ വർഷം 1976. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 42-ാം ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഈ 42-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3-നാണ്. 42-ാം ഭരണഘടനാ ഭേദഗതി 1976 എന്നാൽ ഇത് നിലവിൽ വരുന്നത് 1977 ജനുവരി 3-നാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 42-ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചാൽ അത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 42-ാം ഭരണഘടനാ ഭേദഗതി നമ്മൾ കൊണ്ടുവരുന്നു. ഭരണഘടനയുടെ ആമുഖത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇൻറ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത 3 വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇൻറ്റഗ്രിറ്റി എന്നീ വാക്കുകൾ. അതുപോലെ തന്നെ നമുക്ക് 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ഭാഗം 4A, ആർട്ടിക്കിൾ 51A എന്നിവയും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ ഭാഗം 4Aയും ആർട്ടിക്കിൾ 51Aയും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഇനി ആർട്ടിക്കിൾ 323A, 323B കൂട്ടിച്ചേർത്തു. 323A എന്താണ്? അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും 323B എന്ന് പറയുന്നത് മറ്റാവശ്യങ്ങൾക്കായിട്ടുള്ള ട്രൈബ്യൂണൽ, ഉദാഹരണത്തിന് നികുതി, ഭൂപരിഷ്കരണം എന്നിവയുമായി ബന്ധപ്പെട്ടത്. ഇനി 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളുടെ എണ്ണം 3 എണ്ണമാണ്. 3 ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തു. 39A, 43A, 48A, 39A, 43A, 48A എന്നിവ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്തു. മന്ത്രിസഭ നൽകുന്ന ഉപദേശമനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തു. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, മന്ത്രിസഭ നൽകുന്ന ഉപദേശമനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന വ്യവസ്ഥ ചെയ്തത് 42-ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. ലോകസഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമായി ഉയർത്തി. എന്നാൽ 44-ാം ഭേദഗതിയിലൂടെ ഇത് വീണ്ടും എത്ര തന്നെയാക്കി? 5 വർഷമാക്കി. ഇനി 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഇവയൊക്കെയാണ് സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയവ. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസത്തിൽ നിന്നും 1 വർഷമായി വർദ്ധിപ്പിച്ചു. സംസ്ഥാനങ്ങൾ രാഷ്ട്രപതി ഭരണം ഒരു തവണ 6 മാസം എന്നുള്ളത് എത്രയായി? 1 വർഷമായിട്ട് വർദ്ധിപ്പിച്ചു. ഭാഗം 3-ൽ ആർട്ടിക്കിൾ 31Dയും 32A എന്നിവ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ അത് 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഗുരുതരമായ ക്രമസമാധാനം സാഹചര്യം നേരിടുന്നതിനായി സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കാൻ തീരുമാനമെടുത്ത ഭേദഗതി. ഇത് നിലവിൽ വന്നിട്ടില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി. 1971-ലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിൽ 2001 വരെ ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും സീറ്റുകളുടെ വർധനവ് മരവിപ്പിച്ച ഭരണഘടനാ ഭേദഗതി. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച നിയമങ്ങൾ കോടതികൾക്ക് മൗലികാവകാശങ്ങളുടെ ലംഘനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അസാധുവായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പ്രസ്താവിച്ച ഭരണഘടനാ ഭേദഗതിയാണ്. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും ക്വാറം ഇല്ലാതാക്കിയ ഭേദഗതി. അംഗങ്ങളുടെയും കമ്മിറ്റികളുടെയും അവകാശങ്ങളും പ്രത്യേക അവകാശങ്ങളും കാലാകാലങ്ങളിൽ തീരുമാനിക്കാൻ പാർലമെൻറ്റിന് അധികാരം നൽകിയ ഭേദഗതിയും 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇത്രയാണ് നമുക്ക് 42ാം ഭേദഗതിയിൽ പഠിക്കാനുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ 42ാം ഭരണഘടനാ ഭേദഗതി പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതിയാണ് 42ാം ഭേദഗതി. ആരായിരുന്നു പ്രസിഡന്റ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. വർഷം ചോദിച്ചാൽ 1976. നിലവിൽ വന്നത് 1977 ജനുവരി 3-ന്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും വിട്ടുകളയാനില്ല. വളരെ വിശദമായി തന്നെ നിങ്ങളിത് മനസ്സിലാക്കി പോകണം. അടുത്തതാണ് 44ാം ഭേദഗതി. 44ാം ഭേദഗതി 1978-ലാണ്. 78-ൽ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡിയുമായിരുന്നു. അപ്പം 44ാം ഭരണഘടനാ ഭേദഗതി 1978-ൽ പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡിയും പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുമായിരുന്നു. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് അല്ലേ. സ്വത്തവകാശം ആദ്യം മൗലികാവകാശമായിരുന്നു. മൗലികാവകാശമായിരുന്ന സ്വത്തവകാശത്തെ എടുത്തു മാറ്റിക്കളഞ്ഞത്, അതിനെ ഒരു നിയമാവകാശമാക്കിയതാണ് 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. സ്വത്തവകാശത്തെ ഭരണഘടനയിൽ 12ാം ഭാഗത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇപ്പോൾ സ്വത്തവകാശം എവിടെയാണ്? 12ാം ഭാഗത്തിൽ. 3-ന്ന് എടുത്ത് നമ്മൾ 12ലേക്ക് ആക്കി. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ അനുച്ഛേദം ചോദിച്ചാൽ അത് 300A ആണ് കേട്ടോ. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയ പട്ടികയാണ് 9ാം പട്ടിക. ഇനി ആർട്ടിക്കിൾ 352 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിലൊന്നായിരുന്ന ആഭ്യന്തര കലഹം എന്നതിന് പകരം സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. അപ്പം ആർട്ടിക്കിൾ 352 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിലൊന്നായിരുന്ന സായുധ വിപ്ലവം എന്നത് എന്താക്കി? അത് ആഭ്യന്തര കലഹം എന്നാക്കി മാറ്റി. ആർട്ടിക്കിൾ 352-ൽ ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 352-ൽ ഏത് പദം കൂട്ടിച്ചേർത്തു? ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തു. ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 44ാം ഭേദഗതി പാസ്സാക്കിയത്. ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 44ാം ഭേദഗതി കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അത് ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ലോകസഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി മാറ്റി. 44ാം ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകളാണ് 134A, 361A, 300A എന്നിവ. 44ാം ഭേദഗതി വഴി ഒഴിവാക്കിയ ആർട്ടിക്കിളുകളാണ് 31, 257A, 329A എന്നിവ. അതുപോലെ മന്ത്രിസഭാ തീരുമാനങ്ങൾ പ്രസിഡന്റിന് പുനഃപരിശോധിക്കാനായി തിരികെ അയക്കാം എന്ന മാറ്റം കൊണ്ടുവന്ന ഭേദഗതി. എന്നാൽ പുനഃപരിശോധനയ്ക്ക് ശേഷം ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ പ്രസിഡന്റ് ഉറപ്പായും അംഗീകരിക്കേണ്ടതാണ്. തീരുമാനങ്ങൾ പ്രസിഡന്റിന് പുനഃപരിശോധിക്കാം, പക്ഷേ ഇത് എന്ത് ചെയ്യണം? അംഗീകരിച്ചിരിക്കണം. പ്രസിഡന്റിനെയും ഗവർണർമാരുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാമെന്ന നിയമം പുനഃസ്ഥാപിച്ചു. മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിൽ മാത്രമേ അടിയന്തരാവസ്ഥ രാഷ്ട്രപതിക്ക് പ്രഖ്യാപിക്കാൻ പാടുള്ളൂ. അതായത് രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ എന്ത് വേണം? മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശ വേണം. ഇങ്ങനെ ഒരു ഭേദഗതിയും കൊണ്ടുവന്നു. 1975-ലെ ആഭ്യന്തര അടിയന്തരാവസ്ഥ മന്ത്രിസഭ പോലും അറിയാതെയാണ് ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവന്നത്. മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശ പ്രകാരം മാത്രമേ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കൂ എന്നുള്ളത്. അടിയന്തരാവസ്ഥ സമയത്ത്
സമയത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടിയന്തരാവസ്ഥ സമയത്ത് റദ്ദു ചെയ്യാൻ പാടില്ലാത്ത ആർട്ടിക്കിളുകളെയാണ് 20ഉം 21ഉം. ഇനി 44 ഇതുപോലെ തന്നെ 44ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 19 അവകാശങ്ങൾ പൗരന്മാർക്ക് നഷ്ടപ്പെടുന്നത് യുദ്ധം, പുറത്തുനിന്നുള്ള കടന്നുകയറ്റം എന്നിവ കാരണം മാത്രമാണ്. ആർട്ടിക്കിൾ 19 നമുക്ക് റദ്ദ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യുദ്ധമോ വിദേശ കടന്നുകയറ്റമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 19 അവകാശങ്ങൾ പൗരന്മാർക്ക് നഷ്ടപ്പെടുന്നു. അതായത് എന്താ, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ഇല്ലാതാകുന്നു. അടുത്തതാണ് 52ാം ഭേദഗതി. 52ാം ഭേദഗതിയുടെ വർഷം 1985 ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കൊണ്ടുവന്നത് എന്താണ്? കൂറുമാറ്റ നിരോധന നിയമമാണ്. കൂറുമാറ്റ നിരോധന നിയമം. പാർലമെൻറ്റ് അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് എന്ത്? നമ്മുടെ 52ാം ഭേദഗതി. സഭാധ്യക്ഷനാണ് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട് കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നത്. ഇവിടെ പ്രസിഡന്റ് ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗും അതുപോലെ തന്നെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ആയിരുന്നു. 1985 52ാം ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നു. ഇനി എന്താ ഈ കൂറുമാറ്റ നിരോധന നിയമം? 1985 52ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സാക്കിയത്. ഭരണഘടനയിൽ പ്രധാനമായും ഭേദഗതി വന്ന ആർട്ടിക്കിളുകൾ 102 പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയും 191 നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യതയുമാണ്. അപ്പോൾ 102 പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യത, 191 നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത. 10ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചതിന് ശേഷം ആ പാർട്ടിയിലെ തൻ്റെ അംഗത്വം സ്വമേധയാ രാജിവെക്കുകയോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി വോട്ട് ചെയ്യുകയോ സഭയുടെ വോട്ടിങ്ങിൽ നിന്നും വിട്ടുനിൽക്കുകയോ ചെയ്താൽ പ്രസ്തുത അംഗത്തിന് തൻ്റെ സഭാംഗത്വം നഷ്ടപ്പെടും. കൂറുമാറ്റ നിരോധന നിയമത്തിനനുസരിച്ച് ലോക്സഭാ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് രാജ്യസഭാ ചെയർമാനുമാണ്. കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ലാൽ ദുഹോമ, മിസോറാമിൽ. ആരാണ്? ലാൽ ദുഹോമ. ഇനി കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാംഗമാണ് ബാലകൃഷ്ണ പിള്ള. ഓക്കെ, അപ്പം ഇതാണ് കൂറുമാറ്റ നിരോധന നിയമം. ഓർത്തിരുന്നോണം, ഈ ലാൽ ദുഹോമ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 56ാം ഭേദഗതിയാണ് 1987. പ്രസിഡന്റ് ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ്. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു 1987. ഇവിടെ ഗോവ ഇന്ത്യയുടെ 25ാമത് സംസ്ഥാനമായി നിലവിൽ വന്നു. ഇപ്പോൾ 56ാം ഭേദഗതി പ്രകാരം ഗോവ ഇന്ത്യയുടെ 25ാമത് സംസ്ഥാനമായി നിലവിൽ വന്നു. ആർട്ടിക്കിൾ 371 കൂട്ടിച്ചേർത്തു. ഓക്കെ, അടുത്തതാണ് 61ാം ഭേദഗതി. 1989 61ാമത് ഭേദഗതി. ഇവിടെ പ്രസിഡന്റ് രാജീവ് ഗാന്ധിയും പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും പ്രസിഡന്റ് ആർ വെങ്കിട്ടരാമന്. ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 1988 ഡിസംബർ 15 ആണ്. രാജ്യസഭ പാസ്സാക്കിയത് 1988 ഡിസംബർ 20. പ്രസിഡന്റ് ഇതിന് അംഗീകാരം നൽകിയത്, ഇത് നിയമം പ്രാബല്യത്തിൽ വന്നത് 1989 മാർച്ച് 28. ഇവിടെ എന്താണ് ഈ 61ാം ഭേദഗതിയുടെ പ്രധാന മാറ്റം എന്ന് പറയുന്നത്? വോട്ടിംഗ് പ്രായം 21 നിന്നും 18 അപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കാം, വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ഭരണഘടനാ ഭേദഗതി 1987 61ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് വേണം. 1989 1989 61ാമത് ഭരണഘടനാ ഭേദഗതി. ഇതുവഴി കൂട്ടിച്ചേർത്ത ഭരണഘടനയുടെ അനുച്ഛേദമാണ് ഭേദഗതി വരുത്തിയത്. ആർട്ടിക്കിൾ 326. ഓക്കെ, അപ്പം 61ാമത് ഭരണഘടനാ ഭേദഗതി 1989 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ എന്താണ് കൊണ്ടുവന്നത്? വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ഇതിൽ ഭേദഗതി വരുത്തിയ ആർട്ടിക്കിൾ 326.
ഇനി 65-ാം ഭേദഗതി 1990 പ്രധാനമന്ത്രി VP സിംഗ് ആയിരുന്നു. പ്രസിഡന്റ് R വെങ്കട്ടരാമൻ തന്നെയായിരുന്നു. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. ഇതനുസരിച്ച് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 1992 നിലവിൽ വന്നു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. 91-ലെ 69-ാം ഭേദഗതി PV നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി. പ്രസിഡന്റ് R വെങ്കട്ടരാമൻ. ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകി. അനുച്ഛേദം 239A, 239AB എന്നിവ കൂട്ടിച്ചേർത്തു. അടുത്ത 71-ാം ഭരണഘടനാ ഭേദഗതി 1992 പ്രധാനമന്ത്രി PV നരസിംഹറാവുവും പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയുമായിരുന്നു. കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ 8-ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി, കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ എവിടെ കൂട്ടിച്ചേർത്തു? 8-ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. അടുത്താണ് 73-ാം ഭരണഘടനാ ഭേദഗതി 1992 പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ. പഞ്ചായത്ത് രാജ് നിയമം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 73-ാം ഭരണഘടനാ ഭേദഗതി പറയുമ്പോൾ എന്താണ്? പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നു. പഞ്ചായത്ത് രാജ് നിയമം എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 73-ാമത് ഭേദഗതി 1992. പഞ്ചായത്ത് രാജിന് ഭരണഘടന സാധുത നൽകി. 11-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 11-ാം പട്ടിക കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയാണ്? 73-ാമത് ഭേദഗതി. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 243 മുതൽ 243O വരെ ഭരണഘടനയുടെ ഭാഗം 9 കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 243 മുതൽ 243O വരെ ഭരണഘടനയുടെ ഭാഗം 9 കൂട്ടിച്ചേർത്തു. അടുത്തത് 74-ാമത് ഭേദഗതി 1992 പ്രധാനമന്ത്രി PV നരസിംഹറാവുവും പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയുമായിരുന്നു. നഗരപാലികാ നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്നത് 74-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭാഗം 9A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 243P മുതൽ 243ZG വരെയാണ് കൂട്ടിച്ചേർത്തത്. ഓക്കെ. ഇനി 12-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംഭരണം നടപ്പിലാക്കി. അപ്പം 73ഉം 74ഉം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് ഇതിലും ഇമ്പോർട്ടൻ്റ് ആണ്. 84-ാം ഭരണഘടനാ ഭേദഗതി 84 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 2001 പ്രധാനമന്ത്രി AB വാജ്പേയി, പ്രസിഡന്റ് KR നാരായണൻ ലോകസഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം 2026 വരെ തൽസ്ഥിതി തുടരുവാൻ വ്യവസ്ഥ ചെയ്തു. അപ്പോൾ ലോകസഭയിലെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം 2026, അതായത് അടുത്ത വർഷം വരെ, അന്നു മുതൽ 2001 മുതൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോകാൻ തീരുമാനിച്ചു. അടുത്തതാണ് 86-ാം ഭരണഘടനാ ഭേദഗതി 2002 പ്രധാനമന്ത്രി AB വാജ്പേയിയും പ്രസിഡന്റ് APJ അബ്ദുൽ കലാമുമായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. 82 മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തെ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു ഈ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം. എന്തായിരുന്നു ഈ 86-ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം? മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തെ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു 86-ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം. 86-ാം ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചത് 2002 ഡിസംബർ 12-നാണ്. ആർട്ടിക്കിൾ 21A ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷയ്ക്കും കാണുന്നതാണ്. ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. എന്താണ് ആർട്ടിക്കിൾ 21A? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയും കുട്ടികളുടെ മൗലിക അവകാശവുമായി. ഇനി ആർട്ടിക്കിൾ 45-ൽ ഭേദഗതി വരുത്തി. അപ്പോൾ ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു, 45-ൽ ഭേദഗതിയും വരുത്തി കേട്ടോ. ഭരണഘടനയുടെ 45-ാം വകുപ്പ് പ്രകാരം എല്ലാ കുട്ടികൾക്കും അവർക്ക് 6 വയസ്സ് തികയുന്നത് വരെ ശൈശവാരംഭത്തിൽ തന്നെ പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യുവാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. അതായത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആർട്ടിക്കിൾ 51A-ൽ ഭേദഗതി വരുത്തി. 11-ാമതായി ഒരു മൗലിക കടമ കൂട്ടിച്ചേർത്തു, 51AK. ഇതനുസരിച്ച് 6-നും 14-നും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയായി മാറി.
അപ്പോൾ ഇവിടെ വന്ന മാറ്റങ്ങൾ ഭാഗം 3 ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർക്കപ്പെട്ടു. ഭാഗം 4 ആർട്ടിക്കിൾ 45 മാറ്റം വരുത്തി. 4A ആർട്ടിക്കിൾ 51A കൂട്ടിച്ചേർത്തു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിരുന്നോണേ. അടുത്തതാണ് 89-ാം ഭേദഗതി 2003. പ്രധാനമന്ത്രി ആരാണ്? AB വാജ്പേയി. പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. ദേശീയ പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ ആർട്ടിക്കിൾ 338 ദേശീയ പട്ടികവർഗ കമ്മീഷൻ 338A എന്നിങ്ങനെ 2 പ്രത്യേക കമ്മീഷനുകൾ രൂപീകരിച്ചത് 89-ാം ഭേദഗതി പ്രകാരമാണ്. അടുത്തതാണ് 91-ാം ഭേദഗതി 2003. പ്രധാനമന്ത്രി AB വാജ്പേയിയും പ്രസിഡന്റ് APJ അബ്ദുൽ കലാമുമായിരുന്നു. 2004 ഭേദഗതി നിലവിൽ വരുന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ 15% കൂടാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാനും പാടില്ല. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു MPയെയോ MLAയെയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്നും വ്യവസ്ഥ ചെയ്തു. 1985 52-ാം ഭേദഗതി പ്രകാരം 2 രാഷ്ട്രീയ പാർട്ടികൾ ലയിച്ചാൽ അതിൽ നിന്നും വിട്ടു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ കൂറുമാറ്റ പരിധിയിൽ ഇല്ലായിരുന്നു. എന്നാൽ 2003 91-ാം ഭേദഗതി പ്രകാരം ഇത്തരത്തിൽ ലയനം സംഭവിച്ചാൽ അതിൽ നിന്നും വിട്ടു നിൽക്കുന്ന അംഗങ്ങൾ കൂറുമാറ്റ പരിധിയിൽ ഉൾപ്പെടുകയും അയോഗ്യനാവുകയും ചെയ്യും. ഈ ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണവ് മുഖർജി ആയിരുന്നു. അപ്പം നമ്മുടെ 91-ാം ഭേദഗതി മുമ്പോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? പ്രണവ് മുഖർജി. 91-ാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പട്ടികയാണ് 10-ാം പട്ടിക. ഭേദഗതി ചെയ്യപ്പെട്ട ആർട്ടിക്കിൾ 75-ഉം 164. ഇനി ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ ആണെങ്കിൽ അത് 361B ആണ്. ഇനി 92-ാം ഭേദഗതി 2003 AB വാജ്പേയി പ്രധാനമന്ത്രിയും പ്രസിഡന്റ് APJ അബ്ദുൽ കലാമായിരുന്നു. ബോഡോ, ദോഗ്രി, മൈഥിലി, സന്താളി എന്നീ 4 ഭാഷകളെ 8-ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. അടുത്ത 93-ാം ഭേദഗതി 2005 പ്രധാനമന്ത്രി ഈ സമയത്ത് മൻമോഹൻ സിംഗും പ്രസിഡന്റ് APJ അബ്ദുൽ കലാമുമായിരുന്നു. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടുന്നവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതിന് വ്യവസ്ഥ ചെയ്തു. അടുത്തതാണ് 94-ാം ഭേദഗതി 2006 പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. പുതുതായി രൂപീകരിക്കപ്പെട്ട ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ ട്രൈബൽ വെൽഫെയർ മന്ത്രിമാരെ നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. അടുത്ത 95-ാം ഭേദഗതി 2009 പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. ലോകസഭയിലും സംസ്ഥാന അസംബ്ലികളിലും പട്ടികജാതി പട്ടികവർഗ സംവരണം 2020 വരെയാക്കി ദീർഘിപ്പിച്ചു. 96-ാം ഭേദഗതി 2011 പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും പ്രസിഡന്റ് പ്രതിഭ പാട്ടീലും ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ ഒറീസ എന്നതിന് പകരം ഒഡീഷ എന്നാക്കി. 8-ാം പട്ടികയിൽ ഒറിയ എന്നതിന് പകരം ഒഡിയ എന്നുമാക്കി മാറ്റി. അടുത്തതാണ് 97-ാം ഭേദഗതി 2011 കോപ്പറേറ്റീവ് സഹകരണ സൊസൈറ്റികൾ എന്ന തലക്കെട്ടോടുകൂടി ഭാഗം 9B ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി ആരായിരുന്നു? 2011 97-ാം ഭരണഘടനാ ഭേദഗതിയുടെ സമയത്ത് മൻമോഹൻ സിംഗ്, പ്രസിഡന്റ് പ്രതിഭ പാട്ടീലുമായിരുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന തലക്കെട്ടോടുകൂടി ഭാഗം 9B ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 2021 ജൂലൈ 20 സുപ്രീം കോടതി ഭാഗം 9B ഭരണഘടനാ വിരുദ്ധമെന്ന് വിധി പ്രസ്താവിച്ചു. ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർത്തു. സഹകരണ സംഘങ്ങളുടെ സ്വമേധയാ രൂപീകരണം, സ്വയംഭരണ പ്രവർത്തനം, ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ജനാധിപത്യ നിയന്ത്രണം, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും പാർലമെൻറ്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി. ഭാഗം 3 19C എന്ന അനുച്ഛേദത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പദം കൂട്ടിച്ചേർത്തു. അതായത് സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശം മൗലിക അവകാശമാക്കി.
അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി ചോദിച്ചാൽ അത് 97-ാം ഭേദഗതിയാണ് 2011. അടുത്തത് 98-ാം ഭേദഗതി 2012. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും പ്രസിഡന്റ് പ്രണബ് മുഖർജിയും ആർട്ടിക്കിൾ 371J ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. കർണാടക സംസ്ഥാനത്തിനു വേണ്ടി പ്രത്യേക വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. ഹൈദരാബാദ് കർണാടക പ്രദേശത്തിനു വേണ്ടി പ്രത്യേക വികസന ബോർഡ് രൂപീകരിക്കാൻ കർണാടക ഗവർണറെ ചുമതലപ്പെടുത്തി. അടുത്താണ് 99-ാം ഭേദഗതി 2014. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് പ്രണബ് മുഖർജിയുമായിരുന്നു. 2014 ഡിസംബർ 31 നിലവിൽ വന്നു. ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷനെ നിയമിക്കുന്നതിന് വേണ്ടിയാണിത്. നാഷണൽ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2015 ഒക്ടോബർ 16 ഭേദഗതി നിയമം സുപ്രീം കോടതി റദ്ദാക്കി. അടുത്തത് 100-ാം ഭേദഗതി 2015. 100-ാം ഭേദഗതിയുടെ വർഷം ചോദിച്ചാൽ 2015. പ്രധാനമന്ത്രി ആരായിരുന്നു? നരേന്ദ്രമോദി. പ്രസിഡന്റ് ആരായിരുന്നു? പ്രണബ് മുഖർജി. 2015 മെയ് 28 പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണിത്. അപ്പം 100-ാം ഭേദഗതി എന്തായിരുന്നു? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻ്റ് നടപ്പിലാക്കുന്നതിന്. കരാർ പ്രകാരം 51 ബംഗ്ലാദേശ് അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുകയും ഇന്ത്യ 111 പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് വിട്ടു നൽകുകയും ചെയ്തു. ഓർത്തോണം, കരാർ പ്രകാരം 51 ബംഗ്ലാദേശ് അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യക്ക് കിട്ടി. ഇന്ത്യ 111 പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് വിട്ടു നൽകുകയും ചെയ്തു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. 101-ാം ഭരണഘടനാ ഭേദഗതി 2016. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? GST. 101-ാം ഭേദഗതിയുടെ പ്രതിപാദ്യം എന്താണ്? GST. അപ്പം 101-ാം ഭേദഗതി 2016. ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് പ്രണബ് മുഖർജി. 2016 പ്രസിഡന്റ് ആരാണ്? പ്രണബ് മുഖർജി. ഇനി 101-ാം ഭേദഗതിക്ക് 122ാമത്തെ ഭേദഗതി ബില്ല്. ഭേദഗതി 101. ഭേദഗതി ബില്ല് എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ അത് 122 പ്രസിഡന്റിന് അംഗീകാരം ലഭിച്ചത് 2016 സെപ്റ്റംബർ 8. GST നിലവിൽ വന്ന ഡേറ്റ് ഒരിക്കലും മറന്നു പോകരുത്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അറിയായിരിക്കണം. 2017 ജൂലൈ 1. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. GSTയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തത് 246A-യും 269A-യും. ഓർത്തോണം, 246A-യും 269A-യും 101-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. GST കൗൺസിലുമായി ബന്ധപ്പെട്ടത്. GSTയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തതാണ് 246A-യും 269A-യും. ഇനി GST കൗൺസിലുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ 279A. അതുപോലെ തന്നെ 101-ാം ഭേദഗതിയിലൂടെ റദ്ദാക്കിയതാണ് 268A. 268A റദ്ദാക്കി. 269A നമ്മൾ കൂട്ടിച്ചേർത്തു. അടുത്തതാണ് 102-ാം ഭേദഗതി 2018. 102-ാം ഭേദഗതി ആണെങ്കിലും 123ാമത്തെ ഭേദഗതി ബില്ലാണിത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകി. പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. അപ്പം 101-ാം ഭരണഘടനാ ഭേദഗതി 2016. ഈ സമയത്ത് നമ്മുടെ പ്രസിഡന്റ് പ്രണബ് മുഖർജി ആയിരുന്നു. 102-ാം ഭേദഗതിയുടെ സമയത്ത് ആരായിരുന്നു? രാംനാഥ് കോവിന്ദ്. പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്താണ്? ഭരണഘടനാ പദവി ലഭിച്ചു. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെക്കുറിച്ച് പരാമർശിക്കുന്നതിനായി 102-ാം ഭേദഗതി പ്രകാരം പുതുതായി ചേർക്കപ്പെട്ട ആർട്ടിക്കിളാണ് 338B. ഇനി രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെച്ചത് 2018 ഓഗസ്റ്റ് 11. അടുത്തതാണ് 103-ാം ഭേദഗതി 2019. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് രാംനാഥ് കോവിന്ദും. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും മുന്നോക്ക വിഭാഗങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം, അത് എന്താണ്, EWS എക്കണോമിക്കലി വീക്കർ സെഷൻ ഏർപ്പെടുത്തിയത് 103-ാം ഭേദഗതി പ്രകാരമാണ്. ഇത് 124-ാമത്തെ ഭേദഗതി ബില്ലാണ് കേട്ടോ. ഇനി ഇത് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 2019 ജനുവരി 12.
103 ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകളാണ് ആർട്ടിക്കിൾ 15ഉം 16ഉം. മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പം EWS പ്രകാരം 10% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഗുജറാത്താണ്. ഇനി ഈ മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തിക സംവരണത്തെപ്പറ്റി EWSനെ പറ്റി പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച ഒരു 2 അംഗ സമിതിയുണ്ട്. GK ശശിധരൻ നായരും K രാജഗോപാലൻ നായരും. GK ശശിധരൻ നായർ ചെയർമാനും K രാജഗോപാലൻ നായരും കേരള സർക്കാർ നിയമിച്ച 2 അംഗ സമിതിയിലെ അംഗങ്ങളാണ്. എന്തിനെപ്പറ്റി പഠിക്കാനാണ്? മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തിക സംവരണത്തെപ്പറ്റി പഠിക്കാനായിട്ട് കേരള സർക്കാർ നിയമിച്ച 2 അംഗ സമിതിയിലെ അംഗങ്ങളാണ് ഇവർ. അടുത്താണ് 104 ഭേദഗതി 2019. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് രാംനാഥ് കോവിന്ദുമാണ്. ഭരണഘടനയുടെ 104 ഭേദഗതി, അതായത് 126ാമത്തെ ഭേദഗതി ബില്ല് നിയമനിർമ്മാണ സഭകളിലെ SC/ST ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവേഷൻ സംബന്ധിക്കുന്ന ഭാഗങ്ങളിൽ ഭേദഗതി വരുത്തി. ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2019 ഡിസംബർ 9-നാണ്. ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 10. ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 12-ന്. ഇനി ഇതിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നത് 2020 ജനുവരി 21-നാണ്. 2020 ജനുവരി 21-ന്. ഈ ഭേദഗതി പ്രകാരം ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും SC/ST വിഭാഗങ്ങളുടെ സംവരണം 2030 ജനുവരി 25 വരെ നീട്ടുകയും ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം റദ്ദാക്കുകയും ചെയ്തു. അപ്പോൾ ആംഗ്ലോ ഇന്ത്യക്കാരെ നാമനിർദ്ദേശം ചെയ്യാമായിരുന്നു. അങ്ങനെയുള്ള ഒരു നിയമം റദ്ദാക്കി ഇതിലൂടെ. അടുത്തതാണ് 106 ഭേദഗതി 2023. 106 ഭേദഗതി 2023. ഇതിൻ്റെ ഈ 106 ഭേദഗതിയുടെ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം. ഇത് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 106 ഭരണഘടനാ ഭേദഗതിയുടെ പേരാണ് എന്ത്? നാരി ശക്തി വന്ദൻ അധിനിയം. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് അതാണ് നാരി ശക്തി വന്ദൻ അധിനിയം, അല്ലെങ്കിൽ 106 ഭേദഗതി 2023. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെയും മൊത്തം സീറ്റുകളുടെ 33%, അതായത് 1/3 ഭാഗം വനിതകൾക്കായി 15 വർഷത്തേക്ക് സംവരണം ചെയ്യാൻ ഈ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെയും മൊത്തം സീറ്റുകളുടെ 33%, അതായത് 1/3 ഭാഗം വനിതകൾക്കായി 15 വർഷത്തേക്ക് സംവരണം ചെയ്യാൻ ഈ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും വനിതാ സംവരണം ഉണ്ടാകില്ല. ഇനി ഭേദഗതി വരുത്തിയ അനുച്ഛേദം 239A ആണ്. കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളാണെങ്കിൽ 330A, അതായത് ലോകസഭയിലേക്കുള്ള സ്ത്രീകളുടെ സംവരണം. 332A എന്തായിരുന്നു? സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള സ്ത്രീകളുടെ സംവരണം. 334A വനിതകളുടെ സീറ്റ് സംവരണം പ്രാബല്യത്തിൽ വരുന്നതുമായി സംബന്ധിച്ചത്. ഇനി ആക്ട് നിലവിൽ വന്നതിന് ശേഷമുള്ള സെൻസസ് പ്രസിദ്ധീകരിച്ച ശേഷം സംവരണം പ്രാബല്യത്തിൽ വരികയും പിന്നീട് 15 വർഷത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും. ഓരോ അതിർത്തി നിർണയ ശേഷവും വനിതാ സംവരണ സീറ്റുകളുടെ റൊട്ടേഷൻ പാർലമെൻറ്റ് നിയമം വഴി നിയന്ത്രിക്കും. 2023 സെപ്റ്റംബർ 19-ന് ഇത് അവതരിപ്പിച്ചു. ബില്ല് അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ ആയിരുന്നു. ആരാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്? അത് അർജുൻ റാം മേഘ്വാൾ ആണ്. ബില്ല് ലോക്സഭ അംഗീകരിച്ചത് 2023 സെപ്റ്റംബർ 20. ബില്ല് രാജ്യസഭ അംഗീകരിച്ചത് 2023 സെപ്റ്റംബർ 21-ന്. ഇനി രാഷ്ട്രപതി അംഗീകാരം നൽകിയതെന്നാണ്? 2023 സെപ്റ്റംബർ 28-ന്. അപ്പോൾ ഈ നാരി ശക്തി വന്ദൻ അധിനിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം അത് കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്ന് നമ്മളോട് ചോദിക്കാം.
അപ്പോൾ ഭരണഘടനാ ഭേദഗതികൾ എന്ന ഭാഗം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു. ഇതിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യനും ഇനി വരില്ല കേട്ടോ, ഈ ഭാഗത്തു നിന്നല്ലാതെ. കാരണം എല്ലാ ഭേദഗതികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇതിൽ ഈ 42ാം ഭരണഘടനാ ഭേദഗതി, GST വന്നത്, അതുപോലെ തന്നെ നാരി ശക്തി വന്ദൻ അധിനിയം, പഞ്ചായത്ത് രാജ്, നഗരപാലിക മുനിസിപ്പാലിറ്റി നിയമം, ഇതെല്ലാം, അതുപോലെ കൂറുമാറ്റ നിരോധന നിയമം, പിന്നെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതെല്ലാം നിങ്ങൾ വീണ്ടും ഒന്ന് നോക്കണം. കാരണം ആ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായും ചോദിച്ച് കണ്ടിട്ടുള്ളത്. 42, 44 അതൊക്കെ. അപ്പോൾ 42 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നിങ്ങൾ പഠിക്കുക. ഡിഗ്രി ലെവൽ പ്രിലിമിനറി സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കമൻ്റായിട്ട് ഇടുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്തും സാധിക്കും അല്ലേ, നമ്മൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് എന്തും സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് പരിശ്രമിക്കുക, നല്ല രീതിയിൽ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.